ഏവർക്കും ശ്രീമാസിലേക്ക് സ്വാഗതം. എന്നിവിടെ 10th പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആവശ്യമുള്ള എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്ന് ധാരാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കുന്നതാണ്. 2200 പരം വീഡിയോസ് ശ്രീമാസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ -1/3, -2/9, -4/3 ഇതിനെ ആരോഹണ ക്രമത്തിൽ എഴുതാം. ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതിന്ന് വലുതിലേക്ക് പോകും. ലാസ്റ്റിലെ ഏറ്റവും വലുതാണ്. അപ്പൊ ഇവിടെ 3 ഫ്രാക്ഷൻസ് ആണുള്ളത്. ഇവിടെ 3 ഭിന്നസംഖ്യകളാണുള്ളത്. അതിന്റെ പ്രത്യേകത എന്തുവാ? ഇതിന്റെ ഛേദം 3, ഇതിന്റെ 9, ഇതിന്റെ 3. അപ്പൊ എല്ലാത്തിനെയും അങ്ങ് 9 ആക്കിയാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നെഗറ്റീവ് സംഖ്യകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. വലുതാകും തോറും വില കുറയുന്നു. നെഗറ്റീവ് സംഖ്യകൾ സാധാരണ 1, 2, 4 അങ്ങനെ പറഞ്ഞാൽ സാധാരണ അങ്ങനെ കൂടി വരുന്നത് ആ സംഖ്യ വലുതാകുന്നതനുസരിച്ച് വലുതാകും. നെഗറ്റീവ് സംഖ്യകളാണ് തിരിച്ചാ വരുന്നത്. ഇവിടെ നമുക്ക് ഇതിനെ അങ്ങ് 9 ആക്കാം. ഛേദത്തിനെ എല്ലാം അങ്ങ് 9 ആക്കാം. അപ്പൊ എന്ത് വേണം? താഴെ മുകളിലും 3 ഇട്ട് ഗുണിക്കണം. അതായത് -3/9. ആദ്യത്തെ സംഖ്യയുടെ വാല്യൂ -3, രണ്ടാമത്തത് 9 തന്നെ ഛേദം, അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതാം. മൂന്നാമത്തത് താഴെ മുകളിലും 3 ഇട്ട് ഗുണിച്ചാൽ എല്ലാത്തിനെയും ഛേദം ഒരുപോലെ ആക്കിയാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പൊ ഇവിടെ 3 ഫ്രാക്ഷൻസ് വന്നു ഇതിന് സമാനമായിട്ട്. -3/9, -2/9, -12/9. പോസിറ്റീവ് സംഖ്യകളാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 2/9, 3/9, 12/9 അങ്ങനെയാ വരുന്നത്. നെഗറ്റീവ് സംഖ്യകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നെഗറ്റീവ് സംഖ്യകളുടെ പ്രത്യേകത വില വലുതാകും തോറും വില കുറയും. അതായത് ഇവിടുത്തെ വലിയ സംഖ്യ ഏതാ? 3, 2, 12. അപ്പൊ ഏറ്റവും കുറേതായിരിക്കും? ഏറ്റവും വലിയ സംഖ്യ നെഗറ്റീവിലെ -12/9. അടുത്തത് ഇനി -3/9, -2/9. ഇനി അതിലെ വലിയ സംഖ്യ ന്യൂമറിക്കൽ വാല്യൂ നോക്കാം. -3/9, 12, 3, 2 അങ്ങനെ നോക്കിയാൽ നെഗറ്റീവ് അതിലുള്ളത് അങ്ങ് ഇട്ട് കൊടുക്കുക. -2/9 ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആരോഹണ ക്രമത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ആദ്യം ഏറ്റവും ചെറുതിന്ന് വലുത്. നെഗറ്റീവ് സംഖ്യ അല്ലായിരുന്നെങ്കിൽ 3/9, 2/9, 12/9 നമ്മൾ എങ്ങനെ എഴുതും? 2/9, പിന്നെ അടുത്ത വലിയ സംഖ്യ 3/9, പിന്നെ 12/9. നെഗറ്റീവ് ആയാൽ നേരെ തിരിച്ചിടണം. 12, 3, 2. -12/9, -3/9, -2/9. അപ്പൊ -12/9 സമാനമായിട്ടുള്ള ഫ്രാക്ഷൻ ഏതാ? -4/3. പിന്നെ ഇവിടെ -1/3. ഇതിന് സമാനമായിട്ടുള്ള അതിന് നേരെയുള്ള ഫ്രാക്ഷൻ എഴുതിയാൽ മതി. പിന്നെ -2/9. ഇവിടെ 12, 3, 2 നെഗറ്റീവ് സംഖ്യകളായോണ്ട് അങ്ങനെ വന്നേ. നെഗറ്റീവ് സംഖ്യകള് ഒരു പ്രത്യേകതയുണ്ട്. വലുതാകും തോറും അതിന്റെ വാല്യൂ കുറയും. ഉദാഹരണത്തിന് -5, -2, -10. ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് -5 ആയിരിക്കും. നമ്പർ ലൈനില് ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ -2 ആയിരിക്കും. ഇവിടെ ഇതിലെ 5, 2, 10 അതിലെ ഏറ്റവും ചെറിയ സംഖ്യ ആണല്ലോ -2 എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കും ഇതിലെ വലിയ സംഖ്യ. പോസിറ്റീവ് സംഖ്യ പോലല്ല, നേരെ എതിരാണ്. വാല്യൂ കൂടുന്തോറും വില കുറയും. അപ്പൊ ഇതിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാന്ന് ചോദിച്ചാൽ -2 ആണ്. ഏറ്റവും ചെറിയ സംഖ്യ ഏതാന്ന് ചോദിച്ചാൽ -10 ആണ്. ഈ 10 ഇവിടെ ന്യൂമറിക്കൽ വാല്യൂ ഏറ്റവും വലുത്. അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ആരോഹണ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്തെഴുതും? ആദ്യം ഏറ്റവും ചെറുത് എഴുതും. അതായത് ന്യൂമറിക്കൽ ഏറ്റവും വലുത് 10, പിന്നെ ന്യൂമറിക്കലിലുള്ള വലുത്, പിന്നെ അങ്ങനെ. അതായത് നെഗറ്റീവ് സംഖ്യ അല്ലെങ്കിൽ നമ്മൾ ആരോഹണ ക്രമത്തിൽ എങ്ങനെ എഴുതും? 2, 5, 10. നെഗറ്റീവ് സംഖ്യ ആകുമ്പോൾ നേരെ തിരിഞ്ഞു വരും. ന്യൂമറിക്കൽ വാല്യൂ ഏറ്റവും വലുതാണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ സംഖ്യ. അതായത് നമ്പർ ലൈനില് 0 റൈറ്റ് സൈഡിലേക്ക് 1, 2, 3 ഇങ്ങനെ അങ്ങോട്ട് പോകും. ഇടത്തോട്ട് -1, -2, -3 അങ്ങനെയാ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഇടത്തോട്ട് വരുംതോറും വാല്യൂ കുറഞ്ഞു വരും. വലത്തോട്ട് പോകും തോറും വാല്യൂ കൂടി വരും.
0.01 ഇൻറ്റു റൂട്ട് ഓഫ് 0.0025 സ്ക്വയർ റൂട്ടിന്റെ ഇത് പഠിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 0.0004 റൂട്ടിനകത്ത് എത്ര സ്ഥാനമുണ്ട് പോയിന്റ് കഴിഞ്ഞാൽ നോക്കുക, 4 സ്ഥാനം. സ്ക്വയർ റൂട്ടിനകത്ത് 4 സ്ഥാനം ഉണ്ടെങ്കിൽ നമ്മുടെ ആൻസറിൽ അതിന്റെ നേരെ പകുതി 2 സ്ഥാനം ഉണ്ടാകും. 4ന്റെ റൂട്ട് അങ്ങ് എഴുതുക 2. പിന്നെ ഇവിടെ 2 സ്ഥാനം വേണം, ഇവിടെ 1 സ്ഥാനമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പോയിന്റും കൂടിയിട്ട് ഒരു 0 കൊടുക്കുക. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം വേണം നമ്മുടെ ഉത്തരത്തിൽ. ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം ഉണ്ടായതുകൊണ്ട് നമ്മുടെ ഉത്തരത്തിൽ 2 സ്ഥാനം വേണം. ആദ്യം 4ന്റെ റൂട്ട് അങ്ങ് എഴുതുക 2. അപ്പൊ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമേ വേണ്ട, 1 സ്ഥാനമേ ഉള്ളത് കൊണ്ട് ഒരു 0 കൂടി ഇട്ട് കൊടുത്തിട്ട് പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം. അതുപോലെ ഇവിടെ 0.0016 ഇവിടെ 16ന്റെ റൂട്ട് നമുക്കറിയാം 4 അപ്പൊ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം ഉണ്ട് നമ്മുടെ ഉത്തരത്തിൽ. അപ്പൊ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ എന്ത് ചെയ്യണം, 2 സ്ഥാനം. അപ്പൊ അതുകൊണ്ട് ഒരു 0 കൂടി ഇട്ട് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. 0.04 ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 6 സ്ഥാനമുണ്ട് നമ്മുടെ സ്ക്വയർ റൂട്ടിനകത്ത്. അപ്പൊ 6 സ്ഥാനമുണ്ട്, അതിന്റെ നേരെ പകുതി സ്ഥാനം നമ്മുടെ ഉത്തരത്തിൽ ഉണ്ടാവുക, അതായത് 3. ഇവിടെ 16ന്റെ റൂട്ട് എഴുതുക 3 സ്ഥാനം. ഇവിടെ 1 സ്ഥാനം ഉള്ളതുകൊണ്ട് 2 0 കൂടി ഇട്ട് കൊടുത്തിട്ട് പോയിന്റ് ഇട്ടു. 0.004 ഇത് ഓർത്തിരിക്കുക. അതേപോലെ നമുക്കിത് ചെയ്യാവുന്നതാണ്. 0.0025 25ന്റെ റൂട്ട് എഴുതുക. പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം ഉണ്ട് റൂട്ടിനകത്ത്. അപ്പൊ 2 സ്ഥാനം വേണം, ഇവിടെ 1 സ്ഥാനം ഉള്ളത് കൊണ്ട് ഒരു 0 ഇട്ട് കൊടുത്തു. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം 0.05. ഇവിടെ അതുപോലെ 4 സ്ഥാനം, അപ്പൊ 2 സ്ഥാനം. 146ന്റെ റൂട്ട് എഴുതുക 12. ഇവിടെ 2 സ്ഥാനം ആയതുകൊണ്ട് 1 2. അപ്പൊ 0.12. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം. അപ്പൊ 625ന്റെ റൂട്ട് നമുക്കറിയാം 25. ഇവിടെ 4 സ്ഥാനം. അപ്പൊ നമ്മുടെ ഉത്തരത്തിൽ 2 സ്ഥാനം. പോയിന്റ് കഴിഞ്ഞ് 1 2. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം ഇല്ലെങ്കിൽ 0 ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 8 സ്ഥാനമുണ്ട്. അപ്പൊ നമ്മുടെ ഉത്തരത്തില് നേരെ പകുതി 4 സ്ഥാനം. 8ന്റെ പകുതി 4. അപ്പൊ ഇവിടെ 25 എഴുതുക. 625ന്റെ റൂട്ട്. എന്നിട്ട് ഇവിടെ 2 സ്ഥാനമേ ഉള്ളൂ, 4 സ്ഥാനം വേണം. അതുകൊണ്ട് ഒരു 2 0 കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് സൈഡിൽ പോയിന്റ് ഇടുക. പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം. ഇവിടെ ഇതാണ് ചോദ്യം. റൂട്ട് ഓഫ് 0.01 ഇൻറ്റു 0.0025 എത്ര? അതായത് 0.01ന്റെ റൂട്ട് 1ന്റെ റൂട്ട് 1 തന്നെയാണ്. 0.01 2 സ്ഥാനം ആയതുകൊണ്ട് നമ്മുടെ ഉത്തരത്തിൽ 1 സ്ഥാനം. 0.1 ഇൻറ്റു നമുക്ക് ഇവിടെ അതുപോലെ പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം. അപ്പൊ നമ്മുടെ ഉത്തരത്തിൽ 2 സ്ഥാനം. 25ന്റെ റൂട്ട് എഴുതുക 5. ഇവിടെ 2 സ്ഥാനം വേണ്ടതുകൊണ്ട് ഒരു 0 കൂടെ ഇട്ട് കൊടുത്തു. അതായത് 0.1 ഇൻറ്റു 0.05 എന്ന് വരും. ഇവിടെ 1 5 കൂടെ ഗുണിക്കുക. ഇവിടെ 1 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം. അപ്പൊ 3 സ്ഥാനം ആകെ. അതായത് ഇതാണ് ഉത്തരം. 1 5 കൂടെ ഗുണിച്ചാൽ 5 എഴുതിയിട്ട് പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം. ഇവിടെ 1 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം. അപ്പൊ ആകെ 3 സ്ഥാനം. 1 5 കൂടെ ഗുണിച്ച് എഴുതുക. പിന്നെ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം. ഇവിടെ 1 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം. 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 621 തുക 50 ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ഓരോ ഒറ്റ സംഖ്യകളുടെയും തൊട്ടടുത്തടുത്തുള്ള 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലമാണ് ചോദിച്ചേക്കുന്നത്. അതായത് നമ്മള് 2 ഒറ്റ സംഖ്യകൾ x y എന്ന് എടുക്കുന്നു. അപ്പൊ അതിന്റെ ഗുണനഫലം 621. അതായത് x y x × y 621. അതിന്റെ തുക 50 തന്നിട്ടുണ്ട്. x + y രണ്ടും കൂടെ കൂട്ടിയാൽ 50, രണ്ടും കൂടെ ഗുണിച്ചാൽ 621. x y 621. അപ്പൊ നമുക്ക് x ആണ് ആദ്യത്തെ ഒറ്റ സംഖ്യ എങ്കിൽ തൊട്ടടുത്ത ഒറ്റ സംഖ്യ ഏത് വരും? x + 2. y ആണ് വേറെ ഒറ്റ സംഖ്യ എങ്കിൽ അതിന്റെ തൊട്ടടുത്ത ഒറ്റ സംഖ്യ ഏത് വരും? y + 2. അതായത് 1 3 5 7 9 അങ്ങനെയാണല്ലോ ഒറ്റ സംഖ്യ കിട്ടുന്നത്. ഒറ്റ സംഖ്യ ആയാലും ഇരട്ട സംഖ്യ ആയാലും കിട്ടുന്നതിന് ഈ രണ്ട് വീതം കൂട്ടി എഴുതുക. അപ്പൊ ഇത് ഇവയുടെ ഗുണനഫലമാണ് ചോദിച്ചേക്കുന്നത്. x + 2ന്റെയും y + 2ന്റെയും. എക്സിന്റെയും വൈയുടെയും തൊട്ടടുത്തടുത്ത ഒറ്റ സംഖ്യകൾ x + 2ഉം എക്സിന്റെ തൊട്ടടുത്ത ഒറ്റ സംഖ്യ x + 2ഉം വൈയുടെ തൊട്ടടുത്ത ഒറ്റ സംഖ്യ y + 2. ഇനി അവയുടെ ഗുണനഫലം അതായത് x + 2 ഇൻറ്റു y + 2. ഇപ്പൊ ഈ ഓരോന്നിനെയും ഈ x വെച്ച് ഗുണിക്കണം. ബ്രാക്കറ്റിലുള്ള x × y പ്ലസ് x × 2 പ്ലസ് ഇനി 2 വെച്ച് ഇതിനെ ഓരോന്നിനെയും ഗുണിക്കാം. പ്ലസ് 2 × y പ്ലസ് 2 × 2 സമം xy പ്ലസ് x × 2 2x പ്ലസ് 2y പ്ലസ് 4. ഇതാ നമുക്ക് ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും 2 ഇങ്ങനെ കോമൺ ഫാക്ടർ വെളിയിലെടുത്താൽ നമുക്ക് അറിയാവുന്ന രൂപത്തിൽ കിട്ടും. അതായത് ഈക്വൽ ടു xy പ്ലസ് ഈ 2 ഇതിൽ നിന്ന് 2 ഇങ്ങനെ പുറത്തെടുത്താൽ പിന്നെ എന്ത് വരും? x + y പ്ലസ് 2 × 2 4. എക്സ് വൈയും അറിയാം, x + y അറിയാം. അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 621 xy പ്ലസ് 2 × x + y നമുക്കറിയാം 50 പ്ലസ് 4
അതായത് 621 പ്ലസ് 2 × 2 100 പ്ലസ് 4 സമം 725 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. രണ്ട് ഒറ്റസംഖ്യകൾ x എന്നും y എന്നും എടുക്കുന്നു. എക്സ് വൈ തന്നിട്ടുണ്ട്. ഗുണനഫലം 621, തുക x + y 50. അങ്ങനെയാണെങ്കിൽ അടുത്ത ഈ ഒറ്റസംഖ്യകളുടെ തൊട്ടടുത്തുള്ള ഒറ്റസംഖ്യകളുടെ ഗുണനഫലം. എക്സ് ഒരു ഒറ്റസംഖ്യയാണ്, തൊട്ടടുത്തുള്ള ഒറ്റസംഖ്യയാണ് 2 കൂട്ടും x + 2. y ഒറ്റസംഖ്യയാണ്, വൈയുടെ തൊട്ടടുത്തുള്ള ഒറ്റസംഖ്യയാണ് y + 2. ഇനി അവയുടെ ഗുണനഫലം x + 2 × y + 2. ഈ എക്സ് കൊണ്ട് ഓരോന്നിനെയും ഗുണിക്കുക, y 2 കൊണ്ട് ഓരോന്നിനെയും ഗുണിക്കുക. x × y + x × 2. 2 × y + 2 × 2. അപ്പൊ ഇവിടെ xy + 2x + 2y + 4. 2x + 2y നമുക്ക് 2 ഇങ്ങ് വെളിയിലെടുത്താൽ നമുക്ക് അറിയാവുന്ന ടേമിൽ കിട്ടും. നമുക്ക് x + y അറിയാം. xy + 2 × x + y, 2 ഇങ്ങ് വെളിയിലെടുക്കും, +4. 2 × 2 4. അപ്പൊ xy നമുക്കറിയാം 621 തന്നിട്ടുണ്ട്. പ്ലസ് 2 × x + y അറിയാം 50. 2 × 50 + 4. Yes, 621 plus 2 × 50 എത്ര? 100 plus 4 725 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2/7 കൂടെ എത്ര കൂട്ടിയാൽ 1 കിട്ടും? 1 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഫ്രാക്ഷൻ നോക്കാം. ഇവിടെ 7 ആണ് ഛേദം. 7 ആണെങ്കിൽ 7/7 എന്ന് എടുക്കുക 1 പകരം. ഇവിടെ 4 ആണെങ്കിൽ 4/4 എന്ന് എടുക്കുക. ഇതിന്റെ കൂടെ ഡാഷ് കൂട്ടിയാൽ 1 കിട്ടും. 1 പകരം നമുക്ക് 7/7 എന്ന് എടുക്കാം. അപ്പൊ ഉത്തരം എത്രയാണ്? 2/7 കൂടെ 5/7 കൂടെ കൂട്ടിയാലാണ് നമുക്ക് 7/7 കിട്ടുക. അതായത് 1 കിട്ടുക. അപ്പൊ 5/7 ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. 2/7 കൂടെ ഡാഷ് കൂട്ടിയാൽ 1 കിട്ടുന്നു. 1 ഇവിടെ നമുക്ക് ഇവിടെ ഛേദം ഏതാണോ അങ്ങനെ എടുത്താൽ മതി, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 7/7. ഛേദം ഇവിടെ 5 ആയിരുന്നെങ്കിൽ 5/5. ഛേദം ഇവിടെ 10 ആയിരുന്നെങ്കിൽ 10/10. ആ മോഡൽ ഇത് ചെയ്താൽ മതി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 4/3 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2/3. അപ്പൊ ഡിവിഷൻ ഒന്ന് ചെയ്യണം. ബോട്ട്മാസ് നിയമം. ഡിവിഷൻ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ഈ ക്രമത്തിൽ വേണം ചെയ്യാൻ. ഇവിടെ ഡിവിഷനും അഡീഷനും ആണ്. അപ്പൊ ഡിവിഷൻ ആദ്യം ചെയ്യാം. 4/3 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 4/1 തിരിച്ചിട്ട് ഗുണിക്കുക. 4 വെറും 4 എന്ന് പറഞ്ഞാൽ 4/1 ഇൻറ്റു 1/4 പ്ലസ് 2/3. 4 4 കട്ടായി പോവും. ഇവിടെ മുകളിലൊന്ന് 1/3 പ്ലസ് 2/3. ഛേദം രണ്ടും ഒരുപോലെ ആയതുകൊണ്ട് പിന്നെ കൂട്ടി എഴുതാം. 1 പ്ലസ് 2/3 3/3 1 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ബോട്ട്മാസ് നിയമം വെച്ച് ചെയ്യുക. 4/3 ഡിവൈഡഡ് ബൈ 4. 4 എന്ന് പറഞ്ഞാൽ 4/1 ആണ്. അതിന്റെ വ്യുൽക്രമം ഇട്ട് ഗുണിക്കണം, തിരിച്ചിട്ട് ഗുണിക്കണം. 4/3 ഇൻറ്റു ഈ ഫ്രാക്ഷൻ തിരിച്ചിടണം. 4/1 അതായത് 1/4 പ്ലസ് 2/3. 4 4 കട്ടാകും. പിന്നെ ഒരു 1/3 പ്ലസ് 2/3 അതായത് 3 1 + 2/3 3/3 1. ഓപ്ഷൻ എ ആണ് ഉത്തരം. ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ജില്ല, സംസ്ഥാനം, പഞ്ചായത്ത്, വീട്ട് നമ്പർ. വീട്ട് നമ്പർ, സംസ്ഥാനം, ജില്ല, പഞ്ചായത്ത്. സംസ്ഥാനം, ജില്ല, പഞ്ചായത്ത്, വീട്ട് നമ്പർ. പഞ്ചായത്ത്, വീട്ട് നമ്പർ, സംസ്ഥാനം, ജില്ല. അതായത് ഈ ഓപ്ഷൻ സി ആണ് ഉത്തരം. കാരണം സംസ്ഥാനത്തിലെ, ജില്ലയിലെ, പഞ്ചായത്തിലെ, വീട്ട് നമ്പർ. അതാണ് ഓർഡറിൽ വരുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ 10² അങ്ങനെയാണെങ്കിൽ 100² ഇവിടെ 10² വിലയാണ് 100. അങ്ങനെയാണെങ്കിൽ 100² വില ഇവിടെ എഴുതിയാൽ മതി. 100² 4 0 വരും. 100 × 100. ഓപ്ഷൻ ബി ആണ്. ഇതേ സമാന ബന്ധം വേണം ഇവിടെ വരാൻ. 10² 100 ഈസ് ഇക്വലന്റ് ടു 100². ഇവിടെ 10² വില 100. ഇവിടെ 100² 10,000. ഇവിടെ വ്യത്യസ്തമായത് ചതുരം, ത്രികോണം, സാമാന്തരികം, ലംബകം. ത്രികോണമാണ് ഉത്തരം. ത്രികോണം മാത്രം 3 വശം, ബാക്കിയെല്ലാം 4 വശങ്ങളുള്ള ചിത്രങ്ങളാണ്. സംയോഗ ഒരു വരിയിൽ പിന്നിൽ നിന്ന് 15-ാമതും മുന്നിൽ നിന്ന് 16-ാമതും ആയാൽ ആ വരിയിൽ ആകെ എത്ര വേണ്ടത്? സാധാരണ റിപ്പീറ്റ് ചെയ്ത് കാണാറുള്ള ഒരു ചോദ്യമാണ്. ഈ 15ഉം 16ഉം കൂടെ കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി. 31 1 കുറയ്ക്കുക 30. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഈ മോഡലിലുള്ള കണക്ക് ഇങ്ങനെ ചെയ്താൽ. ഈ വീഡിയോ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും ധാരാളം വീഡിയോസ് ശ്രീമാസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ 2200 പരം വീഡിയോസ് ശ്രീമാസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല കോൺഫിഡൻസോടുകൂടി പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. മാത്തമാറ്റിക്സിലെ ട്രിക്കുകളും ഷോർട്ട് കട്ട് മെത്തേഡ്സും ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ എല്ലാം നല്ല ദൃഢനിശ്ചയത്തോടു കൂടി പഠിക്കുക.
താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്